ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പും പുനഃസംഘടനയും ചർച്ച ചെയ്യാനായി DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും സംയുക്ത യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ KPCC ജനറൽ ബോഡിയും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം KPCCയിലേക്ക് നോമിനേറ്റ് ചെയ്ത KSU യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹികളെ യോഗത്തിൽ വിളിച്ചില്ലെന്ന വിമർശനവുമുണ്ട്. ദ്വിദിന സന്ദർശനത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി UAEയിൽ എത്തി. ഇന്നലെ രാത്രി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രാഹുലിനെ പ്രവാസികൾ സ്വീകരിച്ചു. സന്ദർശനത്തിനിടയിൽ രാഹുൽ പ്രവാസി ലോകത്തെ വിവിധ സംഘടനകളും വ്യക്തികളുമായും ചർച്ച നടത്തും. വെള്ളിയാഴ്ച വൈകിട്ട് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിലും പങ്കെടുക്കും. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് UAEയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആലപ്പാട്ടെ കരിമണൽ ഖനന വിഷയത്തിൽ പൊതുമേഖലയ്ക്കെതിരായ നീക്കം സർക്കാർ അനുവദിക്കില്ലെന്ന് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. തീരം സംരക്ഷിച്ചുകൊണ്ട് ഖനനം എന്നതാണ് സർക്കാർ നയം. സ്വകാര്യ വ്യക്തികൾക്ക് ഖനനത്തിന് അനുമതി നൽകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അവിടെ സുരക്ഷ വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പൊതുമേഖലയ്ക്കെതിരായി നടത്തുന്ന നീക്കം ഗവൺമെൻറ് അംഗീകരിക്കില്ല. എന്നാൽ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തീരം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഖനനം പാടുള്ളൂ എന്നത് ഗവൺമെൻറ് പോളിസിയാണ്. ഗവൺമെൻറ് ആ പോളിസി എടുത്തിട്ടുണ്ട്. അത് IRE നടപ്പിലാക്കേണ്ടതുണ്ട്. അത്രേ ഗവൺമെൻറ്റിന് വ്യക്തമായ മൈനിങ് പോളിസിയുണ്ട്. പൊതുമേഖലയിൽ മാത്രമേ മൈനിങ് പാടുള്ളൂ. സ്വകാര്യ വ്യക്തികൾക്ക് മൈനിങ് ഇവിടെ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം തീരം സംരക്ഷിക്കണം. കര സംരക്ഷിക്കുകയും വേണം, പൊതുമേഖലയിലെ മിനറൽ സെപ്പറേഷൻ നടക്കുകയും വേണം. ഇത് രണ്ടും നടക്കും. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് പണം തട്ടിച്ച കേസിൽ വിധി ഇന്ന്. സോളാർ കേസിൽ ജയിലിലുള്ള ബിജു രാധാകൃഷ്ണനാണ് കേസിലെ മുഖ്യപ്രതി. വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് മണക്കാട് സ്വദേശി റസാഖിൽ നിന്ന് പലപ്പോഴായി 75 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. റസാഖ് അലിയുടെ പേരിലുള്ള സ്വിസ് സോളാർ എന്ന സ്ഥാപനത്തിന് കേന്ദ്ര സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര അനുമതിക്കായി വ്യാജ ലെറ്റർ പാഡ് നിർമ്മിക്കുകയായിരുന്നു. കൊച്ചി തമ്മനത്തെ സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ നിന്നാണ് ബിജു രാധാകൃഷ്ണൻ വ്യാജ ലെറ്റർ പാഡ് ഉണ്ടാക്കിയത്. തിരുവനന്തപുരം CJM കോടതി കേസിൽ നേരത്തെ വാദം പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്ന് CPM വിലയിരുത്തൽ. 2004 സമാനമായ രാഷ്ട്രീയ സ്ഥിതിയാണ് കേരളത്തിലെന്നും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുമാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി AKG സെന്ററിൽ ചേർന്ന ശില്പശാലയിലാണ് പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചത്. ശബരിമല വിവാദം അനുകൂലമാക്കി മാറ്റാൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ചില മേഖലകളിലെ തെറ്റിദ്ധാരണ നീക്കണം. മതന്യൂനപക്ഷങ്ങളെ പാർട്ടിയുമായി കൂടുതൽ അടുപ്പിക്കാനുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ UDF ദുർബലമായി. എന്നാൽ ഇതിന്റെ ഗുണം BJPക്ക് ലഭിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചു. ഭരണ നേട്ടങ്ങളും വികസന പരിപാടികളും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനാകണമെന്ന് യോഗം നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ബൂത്ത് തല കൺവെൻഷനുകൾ ഈ മാസം 30-നകം പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇന്നും നാളെയുമായി മണ്ഡലാടിസ്ഥാനത്തിലും ശില്പശാലകൾ ചേരും. ന്യൂസ് 18 തിരുവനന്തപുരം. ജലക്ഷാമത്തെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ നെൽകൃഷി പ്രതിസന്ധിയിൽ. ജില്ലയിലെ പ്രധാന ജലസേചന പദ്ധതികൾ വഴി മുഴുവൻ പാടശേഖരങ്ങളിലും വെള്ളം എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നെൽകൃഷി ഉണങ്ങി തുടങ്ങിയതോടെ വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ചിറ്റൂർ പുഴയെ ആശ്രയിച്ചുള്ള പാടശേഖരങ്ങളിലും ആലത്തൂർ, കൊല്ലങ്കോട് തുടങ്ങി ജില്ലയിലെ പ്രധാന കാർഷിക മേഖലകളിലുമാണ് ജലക്ഷാമം മൂലം നെൽകൃഷി പ്രതിസന്ധിയിലായിട്ടുള്ളത്. പെരുവമ്പ് പഞ്ചായത്തിൽ മാത്രം 500-ലേറെ ഏക്കറിലാണ് നെൽകൃഷി ഉണങ്ങി നശിച്ചത്. നടേണ്ട സമയത്ത് മഴയെ ആശ്രയിച്ച് നട്ടു. അത് കഴിഞ്ഞ് കൃത്യമായി തരേണ്ട വെള്ളം ഡാം പൊട്ടുകയും കനാലിൻ്റെ ബണ്ട് പൊട്ടുകയൊക്കെ ചെയ്ത കാരണം 1 മാസം വൈകുകയും ടേൺ സിസ്റ്റം വരുന്നത് കൃത്യമായി കിട്ടാതിരിക്കുകയും ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഉണങ്ങി. മൂലത്തറ റെഗുലേറ്ററിന്റെ തകർച്ചയാണ് ചിറ്റൂർ ജലസേചന പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിയത്. ഇതേ തുടർന്ന് ചിറ്റൂർ പദ്ധതിയെ ആശ്രയിച്ചുള്ള പാടശേഖരങ്ങളിൽ ആവശ്യത്തിന് വെള്ളമെത്തിക്കാൻ കഴിയാതെയായി. പെരുവമ്പ് പഞ്ചായത്തിലെ പാലത്തുള്ളി, ചീരേങ്കാട്, മടിയപ്പാടം എന്നിവിടങ്ങളിലാണ് കൂടുതൽ കൃഷി കരിഞ്ഞുണങ്ങിയത്. ഭൂരിപക്ഷം ആൾക്കാരും ജലസേചനം ചുറ്റുപുഴയെ ആശ്രയിച്ച് ചെയ്യുന്നു. വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ കുഴൽക്കിണറിലൂടെയുള്ളൂ. അതും ഒരു കുഴൽക്കിണറിൻ്റെ പരിധി നനച്ചെടുക്കാവുന്ന വിസ്തൃതി വളരെ കുറവാണ്. നെൽകൃഷി ഉണങ്ങിത്തുടങ്ങിയതോടെ വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ഏക്കറിന് 30,000 രൂപ വരെ നഷ്ടം വന്നതായി കർഷകർ പറയുന്നു. ഉണക്ക് ഭീഷണി നേരിടുന്ന മേഖലകളിൽ കർഷകരെ സഹായിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്.